സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതി 3 പേരാണ് ഇന്ന് മരിച്ചത്. തിരുവനന്തപുരം മരിയനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിയനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത്. കരയിൽ നിന്നും അധികം ദൂരത്ത് അല്ലാതെ ശക്തമായ തിരയിൽ ആയിരുന്നു വള്ളം മറിഞ്ഞത്. മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇടുക്കിയിൽ പുഴയിൽ വീണ് യുവാവ് മരിച്ചു. മാങ്കുളം താളുംകണ്ണംകുടി സ്വദേശി സനീഷാണ് മരിച്ചത്. ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന യുവാവും മരണപ്പെട്ടു. ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസ് ആണ് മരിച്ചത്. എറണാകുളത്ത് പള്ളിക്കരയിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു. 2 മുറികൾ പൂർണ്ണമായും തകർന്നു. മുട്ടം തോട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട്ടിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. കിടപ്പുമുറിയിലെ അലമാരകൾ, കട്ടിൽ തുടങ്ങിയവ നശിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങുന്ന റൂമാണിത്. പിള്ളേര് പഠിക്കുന്ന ബുക്കുകളും യൂണിഫോമും ഒക്കെ ഇതിന്റെ അകത്താണ്. അത് എവിടെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളില്ല, ഞങ്ങളെല്ലാവരും 4 പേരും ഒന്നിച്ച് ഒരു റൂമിലാണ് കിടക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ കുട്ടിക്ക് ഇന്നലെ മൂത്തവർക്ക് ഓൺലൈനിൽ പരീക്ഷ ഉണ്ടായിരുന്നു. ആ 10:15 ആ പരീക്ഷ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങൾ ചോറ് നടുറൂം അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പൊ അവങ്ങോട് ചോറെടുത്ത് വെച്ച് പോയി ഈ ഒരു ചെറിയൊരു ശബ്ദം കൊടുത്ത് എന്റെ വൈഫ് അവിടെ നമ്മൾ ജനൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണുന്നത് അപ്പോഴേക്കും മതിലൊന്ന് ഇടിഞ്ഞ് നേരെ ഇളവനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നു. മറ്റുള്ളാണെങ്കിൽ അകത്തേക്ക് പോയി. അവന്റെ മേത്തേക്ക് ചെടി വന്ന് കഴിഞ്ഞോടുകൂടി പിന്നെ ജനലിൽ അകത്തേക്ക് വരണം. ഇനി 2 പേരും വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് ഓടിക്കോ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും വൈഫ് ഇവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവളുടെ മണ്ണ് ഇടിഞ്ഞ് വന്ന് അവളുടെ മുഖത്തേക്ക് ശരിക്കും തെറിച്ച് അവൾ തെറിച്ച് സോഫയുടെ അവിടത്തേക്ക് ഭക്ഷണം കഴിക്കേണ്ട അങ്ങോട്ട് തെറിച്ച് വീണു. പിന്നെ അവളെയും വലിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഓടി. എങ്ങനെയും പുറത്തേക്ക് ഓടി. കാരണം ഇനി വാർക്കിന് ഇടിഞ്ഞ് പോയാൽ ഒന്നും ഒരു പ്രതീക്ഷയിൽ കറണ്ടുമില്ല. കൂരി ഇരുട്ടത്തിൽ എങ്ങോട്ട് ഓടും, എന്ത് ചെയ്യുന്നു, വാർക്കാണ് പോകുന്നത്, എന്താണ് പോകുന്നത്, ഒരു പിടുത്തവും കിട്ടിയില്ല. ആലപ്പുഴ ജില്ലയിലെ എടത്വ, തലവടി ഉൾപ്പെടെ പമ്പയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള NDRF സംഘം എത്തിയിട്ടുണ്ട്. ഞാൻ അയച്ചുതരാം. വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലെ മലയിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം. ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകുന്നുണ്ട്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് കരിന്തളം ചീമേനി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. മലപ്പുറം പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ മരം കടപുഴകി കണ്ടെയ്നറിന് മുകളിലേക്ക് വീണു. ഇതേ തുടർന്ന് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. കോട്ടയം ഇലവീഴ പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാമല അരുവി എന്നിവിടങ്ങളിലും വിലക്കുണ്ട്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന
മുന്നറിയിപ്പുകൾ. അതിനിടയിലാണല്ലോ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മരണം. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. മരിനാട് സ്വദേശികൾ അത് കരയിൽ നിന്ന് അധിക ദൂരം കടലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കനത്ത തിരയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു. 6 പേർ വള്ളത്തിലുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. അലോഷ്യസ് അവശനായി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും കടൽ പ്രക്ഷുബ്ധമാണ്. തീരദേശ മേഖലകളിലെല്ലാം പൊതുവിൽ ഈ പ്രശ്നമുണ്ട്. അല്പസമയം മുമ്പ് മുതിരപ്പുഴയിൽ വീണ്ടും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. മുതിരപ്പുഴയിൽ അദാനി വാർഫിന് സമീപത്തെ അഴിമുഖത്താണ് വള്ളം മണ്ണിൽ പുതഞ്ഞത്. പിന്നീട് മത്സ്യത്തൊഴിലാളികളും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ കോസ്റ്റ് പോലീസിന്റെ സഹായത്തോടുകൂടി വടം കെട്ടി വള്ളത്തെ അവിടെ നീക്കം ചെയ്യുകയായിരുന്നു. അഞ്ചുതെങ്ങ് പൂത്തുറ സ്വദേശി രാജുവിന്റെ ഉടമസ്ഥയുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. അവിടെയും ആളുകൾക്ക് പരിക്കില്ല. ഭാഗ്യത്തിനേതായാലും ആളുകൾക്ക് അവിടെ പരിക്കുണ്ടായിട്ടില്ല. ഒരു മരണം മരിയനാടാണ് സംഭവിച്ചത്. ഇന്നലെയും തലസ്ഥാനത്ത് മരം ഒടിഞ്ഞു വീണ് കാറിന്റെ മുകളിലൂടെ വീണ് ഒരു സ്ത്രീ മരിച്ചിരുന്നു. ശക്തമായ കാറ്റും ഇടവിട്ട് ശക്തമായ മഴയും തലസ്ഥാനത്തുമുണ്ട്. മലയോര മേഖലകളിലാണ് കുറച്ചുകൂടി സ്ഥിതിഗതികൾ മോശമാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ അനിശ്ചിതകാലത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് തീരമേഖലകളിലേക്ക് പോകുന്നതിനും കടുത്ത നിയന്ത്രണമാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം തീരദേശ മേഖലകളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ മലയോര മേഖലകളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ വ്യാപകമാകുന്നതാണ് അപകട ഭീഷണിയാകുന്നത്. അത്തരത്തിൽ മണ്ണിടിച്ചിലാണ് എറണാകുളം ജില്ലയിൽ സംഭവിച്ചത്. ഡാനി ഇപ്പോൾ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നേരത്തെ നമ്മൾ ആ വീട്ടുടമസ്ഥന്റെ ഗൃഹനാഥന്റെ പ്രതികരണം നൽകിയതാണ്. ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വലിയ അപകടം ഒഴിവായി എന്നതാണ് ഇപ്പോൾ തൃപ്തികരമാകുന്ന അല്ലെങ്കിൽ സമാധാനിക്കാൻ പറ്റുന്ന ഒന്ന്. ഈ വീടിനുള്ളിലെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണ്ണ് ഇടിഞ്ഞ് വീടിനുള്ളിലേക്ക് ജനലിലൂടെയും വാതിൽപ്പാളികൾ തുറന്നുമൊക്കെ കടന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വൃത്തിയാക്കുന്ന ഒരു പരിധിവരെയൊക്കെ വീട്ടുകാർ അത് വൃത്തിയാക്കിയെങ്കിൽ പോലും ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രിയോടെയാണ് പള്ളിക്കര മുട്ടൻതോട്ടിൽ ജോമോന്റെ വീടിന് സമീപത്തെ ഈ വലിയ രീതിയിൽ മലയിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വീടിനകത്തേക്ക് വലിയ രീതിയിലേക്ക് മണ്ണിടിഞ്ഞ വീഴുന്ന നിലയിലാണ്. ഇനിയും അപകടം ഒരുപക്ഷെ അത് ആ ഭീഷണി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ വീടിന്റെ പിൻഭാഗത്തേക്ക് വലിയ രീതിയിലേക്ക് ഈ ചെമ്മണ്ണ വലിയ പാറക്കെട്ട് പോലെ ഇവിടേക്ക് പതിക്കുകയായിരുന്നു. വീട് 7 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. വീടിന്റെ പിൻഭാഗത്തേക്ക് ഇവിടെ വന്ന് ഇടിക്കുന്നു. വീടിനകത്തെ മുറിയും അതോടൊപ്പം തന്നെ വീടിന് മറ്റേ സ്വീകരണ മുറിയിലേക്കെല്ലാം തന്നെ മണ്ണും കല്ലും എല്ലാം തന്നെ അടിച്ചു കയറിയ ഒരു അവസ്ഥയിലാണ്. ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്നു. ഫയർഫോഴ്സ് അടക്കം ഇവിടേക്ക് എത്തി, നാട്ടുകാരടക്കം എത്തി ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വന്നതിന് ശേഷമാണ് ഈ വീടിന് ഇത്രത്തോളം വലിയ രീതിയിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യമെല്ലാം തന്നെ അവർ തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഇവരെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിൽ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും അത്ര കാര്യമായിട്ട് ഇല്ലാതിരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇന്നലെ ഇത് സംഭവിച്ചു എന്നതാണ്. ഇവിടെ ഇയാൾക്കൊപ്പം തന്നെ കുടുംബത്തിനൊപ്പം 2 കുട്ടികളുണ്ട്. അവരുടെ പഠന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്നലെ ഇവിടെ ഇവർ ഉണ്ടായിരുന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതി അടക്കം ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ പരിസരത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയോ ഒന്നും തന്നെ നാളിതുവരെയും അടക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ ഒരു വീടിന്റെ അകത്തെ ഒരു അവസ്ഥ ഇതാണ്. സ്വീകരണ മുറിയിലേക്ക് അടക്കം ഇവിടേക്ക് ചെളിയും മണ്ണും എല്ലാം അടിച്ചു കയറിയിരിക്കുന്നു. പൂർണ്ണമായും തന്നെ അത് വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് അകത്ത മുറിയിലേക്ക് വന്ന ഈ മണ്ണും കല്ലും എല്ലാം തന്നെ അകത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു. നമുക്കൊപ്പം കുടുംബനാഥൻ കൂടി ചേരുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് 10:30 ശക്തമായ മഴ. 10:30 നല്ല മഴയുണ്ടായിരുന്നു. ആ മഴ നല്ല മഴ പെയ്യുന്ന ചെറിയൊരു ശബ്ദം വന്ന് അപ്പൊ എന്ത് മണ്ണിടിഞ്ഞു പറഞ്ഞ് വൈഫ് പോയി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് മണ്ണിടിഞ്ഞിരിക്കുന്നത്. ആ മണ്ണിന്റെ ശബ്ദം എന്ന് വെച്ചാൽ ഇവിടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും ഓൺലൈൻ പരീക്ഷ കഴിഞ്ഞ് കൊച്ചി ഇവിടെ വന്ന് നിൽക്കണേ, ഇളയവനവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചോറ് ഇവിടെ എടുത്ത് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കണേ. ചോറിനാ വാന്നും പറഞ്ഞ് ഞങ്ങളോട് ചോറിനാ വന്ന് നോക്കുമ്പോഴാണ്
പിന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നോണ്ട് ചെളിയും മല വന്ന് ഇടിഞ്ഞ് രണ്ടുപേരും ചെളി കുളിച്ചേക്കണ് കുട്ടികള്. പിന്നെ വാതിലടച്ചിട്ടൊക്കെ ഇരുന്ന് അത് വലിച്ചു തുറന്ന് രണ്ടുപേരും പുറത്തേക്കാക്കി വിളിക്കും. ഇവിടെ തെറിച്ച് വീണേക്കണം, ചെളി വന്ന് തെറിച്ച് ഇവിടെ വീണ്. പിന്നെ ഇവിടെയും വലിച്ചു നോക്കി പുറത്തേക്ക് ഓടിക്കിഞ്ഞും ഇനി വാർക്കിടിഞ്ഞ് പൊളിഞ്ഞ് താഴത്തേക്ക് പോരണമെന്ന് അറിയില്ലല്ലോ. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായി. കറണ്ടുമില്ല, കറണ്ട് പോയേക്കണ്. അപ്പൊ കൂരി ഇട്ടിട്ട് എങ്ങോട്ട് ഓടും? വർക്കണ പോണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഓടിക്കും, റോഡിലേക്ക് ഓടിക്കോളം പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഓർഡർ ചെയ്ത്. ഇതിനു മുമ്പ് ഇങ്ങനെ മണ്ണിടിച്ചിലോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? മണ്ണ് ഇവിടെ അങ്ങനെ ഇടിഞ്ഞിട്ടില്ല. അവിടെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഈ മഴക്കാലം തുടങ്ങിയപ്പോ തന്നെ അവിടെ മരം ഉണ്ടായത്, മരം വീണ് അങ്ങനെ അതിന്റെ പൈപ്പാണ് ആ സൈഡിൽ കാണിക്കുന്നത്. അത്ഭുതമായിട്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു. അതെ അതെ. ആ നേരത്തെ ഇടിഞ്ഞു വീണപ്പോ ഇങ്ങനെ നോക്കി നിന്ന് ആ ഇരിപ്പില് വന്ന് തന്നെ എന്റെ മേത്തേക്ക് ആ ചെളി വീണ് ഞാൻ ഇവിടെ വീണത്. പിള്ളേരൊക്കെ ഇവരോടൊക്കെ ഓടിക്കോന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് എങ്ങോട്ട് വീഴൂന്നുള്ള ഒരു ഇത് പിടുത്തില്ല, മൊത്തത്തിലേക്ക് വീഴൂന്നാണ്. അങ്ങനത്തെ ഇളകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ അത് അവരുടെ വാക്കുകൾ തന്നെയുണ്ട്. കാരണം ഒരു നിമിഷം കൊണ്ട് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ വീട് തന്നെയാണ്. അതെല്ലാവരെയും അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. വീടിനകത്തെ ഈ സ്വീകരണ മുറി, ഇതിനകത്തെ കാര്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും തകർന്നിരുന്നത്. അകത്തെ കിടപ്പുമുറി, അതിന്റെ ഒരു ദൃശ്യങ്ങളാണ്. ഇവിടേക്കാണ് ഈ മണ്ണും കല്ലും എല്ലാം തന്നെ ഇവിടേക്ക് വന്ന് പതിച്ചത്. അവിടെ അവരുടെ രേഖകളടക്കം എല്ലാം ഇത് മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ, ജോമോൻ പറഞ്ഞതുപോലെ, ഇതിനകത്ത് ഈ ദുരന്തം ഇവർ സ്വീകരണ മുറിയിലേക്ക് ഇവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് മുറികളിലേക്ക് പോയിരുന്നെങ്കിൽ തീർത്തും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു പിന്നീട് സംഭവിക്കുക. കാരണം വീടിനകത്ത് നിന്ന് ഇറങ്ങി മാറാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അടക്കം പോകുമായിരുന്നു. ഏതായാലും വലിയ ദുരന്തങ്ങളിലേക്ക് എത്താതെ തന്നെ ഇത് ഈ രീതിയിൽ സംഭവിച്ചു എന്നത് തന്നെയും അവർ ആശ്വാസത്തോടെ കാണുന്നു. കാരണം ജീവൻ രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. എന്തായാലും ഇതിലിനി കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നാണ് ജില്ലാധികൃതരടക്കം പറഞ്ഞിരിക്കുന്നത്. കാരണം വീട് നഷ്ടമായിരിക്കുന്നു. അതിൽ ഇനി ആവശ്യമായ ഇടപെടലുകൾ അടക്കം വൈകാതെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ എത്രത്തോളം സുരക്ഷിതമാണ്, ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം എത്രത്തോളം സുരക്ഷിതമാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി പോളാണ് പള്ളിക്കരയിൽ നിന്നുള്ള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത്രമേൽ ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ആ കുടുംബം കടന്നുപോയത്. എന്തായാലും വലിയ അപകടം, വീട് തകർന്നു എങ്കിൽ പോലും ആൾനാശമുണ്ടായില്ല എന്നത് ആശ്വാസകരമാകുന്ന ഒന്നാണ്. എങ്കിൽ ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസ് ആണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിലും വ്യാപകമായ കൃഷിനാശം, അതോടൊപ്പം തന്നെ മഴക്കെടുതിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഒരു മരണം കൂടി ഉണ്ടാകുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആലപ്പുഴ നഗരത്തിൽ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം കടപുഴയ്ക്ക് വീണത്. ആ അപകടത്തിൽ, അതായത് മഴയെ തുടർന്ന് റോഡരികിലെ ഒരു കടയിൽ കയറി നിന്ന ഉനൈസും ഭാര്യ അനീഷയും ഇവർ ഈ മരം കടപുഴകി വരുന്നത് കണ്ട് ഓടി മാറിയതാണ്. തുടർന്ന് ഇവരുടെ ശരീരത്തിലേക്ക് ഈ മരം വന്ന് പതിക്കുകയായിരുന്നു. വലിയ വലിപ്പമുള്ള ഒരു മരമാണ് വന്ന് പതിച്ചത്. അനീഷയെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റിയെങ്കിലും 10 മിനിറ്റോളം ഉനൈസിന്റെ ശരീരത്തിൽ ഈ മരം കിടന്നു. ഇത്രയും ഭാരമുള്ള ഒരു മരം കിടന്നിരുന്നു. അവിടെ നിന്ന് ഉനൈസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഉനൈസിനെ പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലേക്കും വെന്റിലേറ്ററിലേക്കും മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 30 വയസ്സാണ് ഉനൈസിന്. അത്തരത്തിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഈ ആറാട്ടുവഴി പ്രദേശത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മതിൽ വീണ്, അതായത് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുന്ന വഴിയിൽ മതിൽ വീണ് 14 വയസ്സുകാരൻ മരണപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ആ വാർഡിൽ തന്നെ ഇപ്പോൾ മറ്റൊരു മരണം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും മഴക്കെടുതിയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മതിലുകൾ ഇടിയുന്നതും ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകുന്നതും ഒക്കെയുള്ള പശ്ചാത്തലത്തിൽ ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടായി. ഇടവിട്ടുള്ള ചാറ്റൽ മഴയ്ക്കപ്പുറത്തേക്ക് ശക്തമായ മഴയില്ല. ജലാശയങ്ങളുടെ ജലനിരപ്പും അത്ര ക്രമാതീതമായ രീതിയിൽ അത്ര വർദ്ധിച്ചിട്ടില്ല. ആശങ്കാജനകമല്ല. പക്ഷേ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ, അവിടെ എടത്വ, തലവടി, വിയപുരം അടക്കമുള്ള പഞ്ചായത്തുകളിലെ പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ വരുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ
വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. NDRFന്റെ സംഘം എത്തി ഇന്നലെ പരിശോധന നടത്തിയിട്ടുണ്ട്. അവര് ഇവിടെ ക്യാമ്പ് ഈ ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ NDRF സംഘം എത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്നിപ്പോൾ ശരണ്യ പറയുന്നതനുസരിച്ച് മഴയ്ക്ക് ശമനമുണ്ട് എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ വെള്ളം അതിവേഗം ഇറങ്ങിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീരപ്രദേശങ്ങളിലടക്കം ഇന്നും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തീർച്ചയായും കടൽക്ഷോഭം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ജൂൺ ജൂലൈ മാസം. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത്ര രൂക്ഷതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. NDRF സംഘം എന്തായാലും നമുക്കറിയാലോ, മഴ തുടർന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്നത് കുട്ടനാട്, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടിന്റെ താഴ്ന്ന മേഖലകളാണ്. അവിടേക്ക് അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കാൻ തന്നെയാണ് NDRF സംഘത്തിനെ എത്തിച്ചിട്ടുള്ളത്. അവര് ഇന്നലെ ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയതിനു ശേഷം ആ സ്ഥലം അവർ സന്ദർശിച്ച ശേഷം മടങ്ങിപ്പോയിരുന്നു. അവർ ക്യാമ്പുകളിലാണ് NDRF സംഘം ഉള്ളത്. നിലവിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആലപ്പുഴയിൽ തുറന്നിട്ടില്ല. മാത്രമല്ല, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ, അതായത് പെയ്ത്തുവെള്ളമാണ് അത് കെട്ടിക്കിടക്കുന്നത്. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന അത്തരത്തിലുള്ള കായലിലെ ഭാഗങ്ങളോ ഒന്നുമല്ല, മറിച്ച് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വന്ന പെയ്ത്തുവെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ആ വെള്ളമുള്ള ഭാഗങ്ങളിലാണ് ഈ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളടക്കമുള്ള ഇടങ്ങളിൽ ഈ വെള്ളം നിൽക്കുന്നത്. അത് താഴ്ന്ന പ്രദേശങ്ങളാണ്, സ്വാഭാവികമായും മഴയത്ത് ഉണ്ടാവുന്നതാണ്. അത് ഇന്നിപ്പോ ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ഇടവിട്ടാണ് മഴ എന്നുള്ളതാണ്. തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. ഇന്ന് പൊതുവെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്. ആലപ്പുഴയിൽ ഇന്നിപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് എന്നതാണ് നേരിയ തോതിൽ പ്രതീക്ഷ നൽകുന്നത്. കാരണം പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്, വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. പക്ഷേ മഴ മാറി നിന്നാൽ ഇത് പെട്ടെന്ന് മാറിയേക്കാം എന്ന സൂചനയാണ് ശരണ്യ സ്നേഹജൻ നൽകുന്നത്. എങ്കിൽ കാസർഗോഡ് മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റ് ഉണ്ടായി. ആ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായ സാഹചര്യമാണുള്ളത്. KV ബൈജു ആണ് അവിടെ നിന്ന് ചേരുന്നത്. ബൈജു, മറ്റ് പ്രദേശങ്ങളിലൊക്കെ മഴ, വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ ഒക്കെയാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. എങ്കിൽ കാസർഗോഡ് ചുഴലിക്കാറ്റ് ഉണ്ടായി, വൈദ്യുതി ബന്ധം താറുമാറായ സാഹചര്യം, നിരവധി പ്രദേശങ്ങളിൽ മരം കടപുഴകി വീഴുകയും ഒക്കെ ചെയ്തല്ലോ. എന്താണ് വിവരങ്ങൾ? കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചീമേനി, കരിന്തളം പ്രദേശങ്ങളിൽ ശക്തമായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീടുകളിന് മുകളിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ നിരവധി വീടുകൾക്കാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. നിരവധി വീടുകൾ പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, വ്യാപകമായ കൃഷിനാശവും ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആളപായമൊന്നും ഇല്ലാത്തത് ഏറെ ആശ്വാസകരമാണ്. ഒപ്പം മലയോര മേഖലകളിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും ഈ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത മലയോര മേഖലകളിലുള്ളവർ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ തോതിൽ നാശനഷ്ടമാണ് ഈ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് പാണത്തൂർ, ചിറ്റാരിക്കാൽ, വെള്ളരിക്കുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വലിയ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് അതീവ ജാഗ്രത ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് രാത്രി കാലത്തെ യാത്ര പൂർണ്ണമായും മലയോര മേഖലകളിലേക്ക് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ മേഖലകളിലേക്ക് യാത്ര ചെയ്യണം എന്ന ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും പല ഭാഗങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. മാത്രമല്ല, തീരപ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി പല മേഖലകളിൽ നിലനിൽക്കുന്നു. മാത്രമല്ല, വരും സമയങ്ങളിൽ ഇത്തരത്തിൽ കള്ളക്കടൽ പോലുള്ള പ്രതിഭാസം ഉണ്ടാകാനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാണെങ്കിലും ഇതുവരെ ആരും ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. പലരും ഇത്തരത്തിൽ ബന്ധു വീടുകളിലേക്കാണ് മാറി താമസിച്ച ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും വിനോദസഞ്ചാര മേഖലകൾ ഇന്നും അടച്ചിടും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ വിനോദസഞ്ചാര മേഖലകൾ പ്രവർത്തിക്കുന്നില്ല. ഇന്നും ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും റാണിപുരം, പള്ളിക്കര ബീച്ച്, അജാനൂർ കൈറ്റ് ബീച്ച്, ഒപ്പം ചെമ്പേരിക്ക തുടങ്ങിയ നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ ഇന്നും ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ അവധി നൽകിയിട്ടില്ല. പ്രധാനമായും ജില്ലാ കളക്ടർ ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് തുടർച്ചയായ 4 ദിവസങ്ങളിൽ അധ്യയനം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സാധാരണക്കാരായ കുട്ടികളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇല്ല. പക്ഷേ ജാഗ്രത പുലർത്തണമെന്ന് അറിയിപ്പുണ്ട്. മാത്രമല്ല, ഈ അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ അടിയന്തരമായ നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശവും
നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും സമാനമായ സാഹചര്യമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മംഗളൂരു മേഖലകളിലെല്ലാം വെള്ളം കയറിയ സാഹചര്യം എന്നാണ്. റോഡുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ഗതാഗത തടസ്സവുമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനം വൈദ്യുതി ബന്ധമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വൈദ്യുതി ബന്ധം താറുമാറായ സാഹചര്യമാണ്. പലയിടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തിയിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. മരങ്ങൾ മറ്റ് കടപുഴകി വീണും മറ്റുമാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ശക്തമായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ കടപുഴകി വീണിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇത് പുനഃസ്ഥാപിക്കാൻ ആകും, ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് വൈദ്യുതി വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതിനുള്ള പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ ഇത്തരത്തിൽ മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. അതിതീവ്ര മഴ സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണം. ഏതായാലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതേസമയം ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന അറിയിപ്പ്. ഒപ്പം ഇത്തരത്തിൽ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് തന്നെ യാത്രകൾ പരമാവധി ശ്രദ്ധിക്കണം. മാത്രമല്ല ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. മിക്ക പുഴകളും ഇത്തരത്തിൽ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട്. പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് അതിരൂക്ഷമായ മഴക്കെടുതിയാണ് ഇപ്പോൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിലടക്കം നിരവധി മരങ്ങൾ കടപുഴകി വീണത് അത് വാഹനങ്ങൾക്ക് മുകളിലേക്ക്, വീടുകൾക്ക് മുകളിലേക്കൊക്കെ പതിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ മഴക്കെടുതി തുടരുമ്പോൾ വരും ദിവസങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുക തന്നെ ചെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലെ അദാനി ഗ്രൂപ്പിന്റെ വാർഫിന് സമീപം അഴിമുഖത്ത് വള്ളം മണ്ണിൽ പുതഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും സഹായത്തോടെ വടം കെട്ടി വള്ളം പിന്നീട് നീക്കി. അഞ്ചുതെങ്ങ് പൂത്തുറ സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിൽ ഉള്ള സങ്കീർത്തന എന്ന വള്ളം ആണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് തീര മേഖലകളിൽ ഒക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ടുകളും വള്ളങ്ങളുമൊക്കെ ചെളിയിൽ ഉൾപ്പെടെ പുതഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് മരീനാട് വള്ളം മറിഞ്ഞൊരു മത്സ്യത്തൊഴിലാളി മരിക്കുകയും ചെയ്തിരുന്നു. മരീനാട് സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത്. ഇടുക്കിയിൽ പുഴയിൽ വീണ് യുവാവ് മരിച്ചു. മാങ്കുളം താളുംകണ്ടംകുടി സ്വദേശി സനീഷ് ആണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ആണ് ചേരുന്നത്. പ്രിൻസ്, മലയോര പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ആണ് ഇപ്പോൾ തന്നെ നൽകിയിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഹൈറേഞ്ചിലെ കനത്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ രാത്രി മുതൽ വീണ്ടും മഴ ശക്തമാവുകയും ഇപ്പോഴും മഴ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം 1 മണിയോടെയാണ് മാങ്കുളം താളുകുണ്ടം സ്വദേശിയായ സനീഷ് മരണപ്പെടുന്നത്. ഇയാൾ വീട്ടിലേക്ക് പോകുന്നത് വഴി പുഴയിൽ അകപ്പെടുകയായിരുന്നു. പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ, പുഴ എത്രമാത്രം കരകവിഞ്ഞു എന്നത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇയാൾ പുഴയിൽ അകപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു, മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും റോഡിലേക്കൊക്കെ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എങ്കിലും ദ്രുതകർമ്മ സേനയുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ ഈ വേഗത്തിൽ തന്നെ ഈ ഗതാഗതമൊക്കെ പ്രസ്താവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം വീടുകൾക്ക് മുകളിലേക്കും മരം വീണ് ചില അപകടങ്ങളൊക്കെ ചില പ്രദേശങ്ങളിലേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും വലിയ തോതിലുള്ള അപകടങ്ങളൊന്നും ഈ മേഖലകളിൽ ഉണ്ടായിട്ടില്ല. എന്നാലും ജില്ലയിൽ കനത്ത ഒരു ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. രാത്രികാല യാത്രയ്ക്ക് ഹൈറേഞ്ചിൽ നിരോധനമുണ്ട്. ഒപ്പം ഗ്യാപ്പ് റോഡിലൂടെയുള്ള പകൽ യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കാറ്റ് കൂടുതലുള്ള പ്രദേശങ്ങളിലും
പുഴയോരത്തും വെള്ളച്ചാട്ടങ്ങളിലേക്കൊക്കെ പോകരുത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് വീശുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തി മേഖലയിൽ കാറ്റ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഇത് മരങ്ങൾ കടപുഴകുന്നതിനൊക്കെ സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ നാട്ടുകാരോടും വിനോദസഞ്ചാരികളോടും ഒക്കെ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ചും വിനോദസഞ്ചാര മേഖലകളിലൊക്കെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ജീപ്പ് സഫാരി അടക്കമുള്ള ടൂറിസം ആക്ടിവിറ്റികൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ശക്തമായ ഒരു നിരീക്ഷണമാണ് ജില്ലയിൽ നടത്തുന്നത്. പ്രത്യേകിച്ചും പുഴയിലൊക്കെ വലിയ തോതിൽ വെള്ളം ഉയർന്നിരിക്കുന്നു. ഡാമുകളിലേക്ക് ജലനിരപ്പ് വർദ്ധിച്ച സാഹചര്യമുണ്ട്. ചെറുകിട അണക്കെട്ടുകളിലെല്ലാം പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണുള്ളത്. കല്ലാർകുട്ടി, മലങ്കര ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. കല്ലാർ, ഇരട്ടയാർ, പാമ്പള ഡാമുകളും ഒക്കെ പരമാവധി സംഭരണ ശേഷിയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഡാമുകളും ചെറുകിട ഡാമുകളും അതിലും വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. പൊന്മുടി, ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലൊക്കെ വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. ഇടുക്കിയിലും മുല്ലപ്പെരിയാറും അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലേക്കും വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഈ അണക്കെട്ടുകളൊന്നും ഉടനെ തുറക്കേണ്ട ഒരു അവസ്ഥയില്ല, സാഹചര്യങ്ങളില്ല. അത് വലിയ ആശ്വാസകരമാണ്. എങ്കിൽ മറ്റു ചെറുകിട അണക്കെട്ടുകൾ, കല്ലാർകുട്ടി, കല്ലാറ്, ഇരട്ടയാർ തുടങ്ങിയ അണക്കെട്ടുകളിൽ വലിയ തോതിൽ വെള്ളം എത്തുന്നുണ്ട്. അഭിലാഷ്, ഇതാണ് ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ പുഴയിൽ വീണ യുവാവാണ് മരിച്ചത്. പ്രിൻസ് നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പുഴയിലെ ജലനിരപ്പ് ഇത്രയധികം ഉയർന്നു എന്നത് ആ യുവാവിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രേക്ഷകരും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്കാലത്ത് കഴിയുന്നത്ര യാത്രകൾ ഒഴിവാക്കുക തന്നെ വേണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ യാത്രകൾ പാടുള്ളൂ എന്നുള്ളതാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ അടച്ചിട്ടുള്ള സാഹചര്യം ആണുള്ളത്. പല ആളുകളും ഈ വിനോദസഞ്ചാരത്തിനായി തെരഞ്ഞെടുക്കുന്ന സമയമാണിത്. ഹോട്ടലുകളും മറ്റുമൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള പണം മുടക്കിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പണം കൊടുത്തതല്ലേ എങ്കിൽ പിന്നെ യാത്ര ഒഴിവാക്കേണ്ടതില്ല എന്നൊക്കെ കരുതി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പുറപ്പെടുന്നവർ ഒക്കെ നിരവധിയാണ്. അവർ അത്തരം യാത്രകൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെറുകിട ജലാശയങ്ങളിൽ ഉൾപ്പെടെ ഈ സമയങ്ങളിൽ മീൻ പിടിക്കുന്നതൊക്കെ ഒഴിവാക്കണം എന്ന മുന്നറിയിപ്പ് കൂടിയാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. കനത്ത മഴയെ തുടർന്ന് പല ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നു. മലങ്കര അണക്കെട്ടിന്റെ 6 ഷട്ടറുകൾ തുറന്നതിന്റെ ആകാശ ദൃശ്യമാണ് ഇനി പ്രേക്ഷകർ കാണുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.